NIDCC സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് എക്സിബിഷൻ മെയ് 2 മുതൽ 5 വരെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള 4 മന്ത്രാലയങ്ങളുടെയും 20 വിദേശ എംബസികളുടെയും പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന എക്സിബിഷൻ അങ്കമാലി അറ്റ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ. നാഷണൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കൗൺസിൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് എക്സിബിഷൻ ഇൻഡെക്സ് 2025 മെയ് 2 മുതൽ 5 വരെ അങ്കമാലി അറ്റ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള 4 മന്ത്രാലയങ്ങളുടെയും 20 വിദേശ എംബസികളുടെയും പങ്കാളിത്തത്തോടെയാണ് എക്സിബിഷൻ നടത്തുന്നത്. മെയ് 2-ന് MSME വകുപ്പ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ജിതിൻ റാം മാഞ്ചി എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും. മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി, വാണിജ്യ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗ് എന്നീ മന്ത്രാലയങ്ങളാണ് എക്സിബിഷനിൽ പങ്കെടുക്കുന്നത്. വിവിധ കേന്ദ്ര പദ്ധതികൾ, സബ്സിഡികൾ, ഗ്രാന്റുകൾ എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് കാര്യമായ അറിവില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിന് പരിഹാരം കാണുകയെന്നതാണ് എക്സിബിഷനിലൂടെ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഗൗരി വത്സ പറഞ്ഞു. 2025 is a unique exhibition, and it is an exhibition where not only will you come to know about your industry government schemes, you will also understand what kind of support system you have in terms of growing your business abroad. So we have a lot of ministries coming to us. We have about 20 ambassadors, embassies, representations. They will have their stands. You will understand what kind of requirement they have, what kind of economy they have, and you'll see where your businesses can grow. സംരംഭക രംഗത്തേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നവരും നിലവിൽ സംരംഭകരായിട്ടുള്ളവരും വിദ്യാർത്ഥികളും എക്സിബിഷനിൽ പങ്കെടുക്കണമെന്നും ഗൗരി വത്സ പറഞ്ഞു. ഇൻഡെക്സ് 2025 എക്സിബിഷനിൽ സ്റ്റാൾ എടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി പ്രത്യേക ഫോറത്തിൽ ഉൾപ്പെടുത്തി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശ വിപണിയിലേക്കും വളർത്തുന്നതിന് NIDCC നേരിട്ട് സഹായം നൽകുമെന്നും സംഘാടകർ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ ആണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ആണെങ്കിലും ഏതൊരു സ്കീമിന്റെയും വിജയം അത് നടപ്പിലാക്കുകയും ആ ഫണ്ടുകൾ എത്തേണ്ട ബെനിഫിഷ്യറീസിന് എത്തുകയും ഉദ്ദേശിച്ചിട്ടുള്ള ഏതൊരു ഇൻഡസ്ട്രിയാണോ ആ ഇൻഡസ്ട്രി പ്രകാരമുള്ള ഒരു ബെനിഫിറ്റ് എല്ലാ ബെനിഫിഷ്യറീസിനും എത്തിക്കുകയും ചെയ്യുമ്പോഴാണ്. അതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ICL FinCorpനെ ലെൻഡിംഗ് പാർട്ണറായിട്ട് ചൂസ് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. വി എക്സ്ട്രീംലി പ്രിവിലേജ് ടു ബി എ ലെൻഡിംഗ് പാർട്ണർ ഫോർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ആൻഡ് ഈ ഒരു ഇൻഡെക്സ് 2025 ഏതെല്ലാം ബിസിനസ് എന്റർപ്രൈസസ് ആണോ ജോയിൻ ചെയ്യുന്നത് അവരുടെ എല്ലാം ഈ പറയുന്ന ഒരു മേഖലകളിലോട്ടുള്ള എന്തെല്ലാം സഹായ സ്കീംസ് ആണ് നമുക്ക് എത്തിക്കാൻ കഴിയുന്നതെന്നുള്ളതും കൂടി അറിവാൻ കഴിയും. Actually, this is South India's largest industrial exhibition. Will unite over almost 200 premier enterprises with trade delegation, retail gains and buyers from more than 20 nations. ഗവൺമെൻറ്റിൻ്റെ വേരിയസ് പ്രൊജക്റ്റുകൾ ഇന്ന് ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് കുറവ് മൂലം പലതും ലാപ്സായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രൊജക്റ്റുകളൊക്കെ അതിലേക്ക് വേണ്ട ഫണ്ട് ICLലൂടെ യഥാർത്ഥ ആളുകളിലേക്ക് വായ്പ കൊടുക്കുകയും അതിൻ്റെ ഗ്രാൻസും സബ്സിഡിയൊക്കെ ഉണ്ടെങ്കിൽ അർഹരായവർക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ലെൻഡിംഗ് പാർട്ണറെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇന്ത്യയിലെ മുഴുവൻ ലെൻഡിംഗ് പാർട്ണറാണെന്നുള്ളത് കൊണ്ട് ICL FinCorp ഇല്ലാത്ത സംസ്ഥാനങ്ങളിലേക്കും കൂടി ICL FinCorp കൂടുതൽ ബ്രാഞ്ചുകളൊക്കെ ഇട്ട് അതിൻ്റെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യമായിട്ട് ഫസ്റ്റ് NIDCCയുടെ അതൊരു അട്ടോണമസ് ബോഡിയാണ്. 4 ദിവസങ്ങളിലായി നടക്കുന്ന എക്സിബിഷനിൽ 450-ലധികം സ്റ്റാളുകൾ ഉണ്ടാകും. മറ്റ് സംസ്ഥാനങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇതാദ്യമായാണ് എക്സിബിഷൻ നടത്തുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.